എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വരുന്ന ജനുവരി 10-ാം തീയതി സ്വർഗവാതിൽ ഏകാദശിയാണ് എന്നുള്ള വിവരം എല്ലാ കൃഷ്ണഭക്തർക്കും അറിയാമായിരിക്കുമല്ലോ. ഏകാദശി നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഏകാദശികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗവാതിൽ ഏകാദശി, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്ത ഏകാദശി വൈകുണ്ഠ ഏകാദശിയായി ആചരിച്ചു വരുന്നത്. അത് ഇത്തവണ ഈ വർഷം സ്വർഗവാതിൽ ഏകാദശി 2025 ജനുവരി 10-നാണ് വരുന്നത്. വിഷ്ണു ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരിക്കും അന്നത്തെ ദിവസം. വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസമാണ് ഇത് എന്നും പറയപ്പെടുന്നു. അതിനാൽ തന്നെ അന്ന് മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും ചിലയിടങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. മിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃശ്ശൂരിലെ തിരുവമ്പാടി, പെരിങ്ങാവ് ധന്വന്തിരി ക്ഷേത്രം, നെല്ലുവായ ധന്വന്തിരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഇത് ഒരു ആഘോഷ ഉത്സവമായി ആഘോഷിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഒരു വാതിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ വഴി പുറത്തേക്ക് വരുന്നത് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ്. അതിലൂടെ സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായ വൈകുണ്ഠത്തിലൂടെ കടന്നു പോകുന്നു എന്നതാണ് വിശ്വാസം വരുന്നത്. സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഐശ്വര്യലബ്ധി, രോഗങ്ങൾക്കുള്ള ശമനം, മോക്ഷപ്രാപ്തി എന്നിവ ലഭിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരംഗം, തിരുപ്പതി, ഗുരുവായൂർ പോലുള്ള ദിവ്യമഹാക്ഷേത്രങ്ങളിൽ എല്ലാ വൈഷ്ണവ ദേവാലയങ്ങളിലെയും വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ടും ഈ ദിവസം ആചരിച്ചു വരുന്നത് പതിവാണ്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്തുള്ള ഒരു പ്രത്യേക വാതിൽ അലങ്കരിച്ച് സ്വർഗവാതിലായി കണക്കാക്കി രാത്രി 8 മണിക്ക് പ്രത്യേക പൂജകളും മറ്റും നടത്തിവരുന്നു. അതിനുശേഷം 8:30 മണിക്ക് നടത്തുന്ന ശീവേലിയിൽ ഭഗവാനെ സിംഹാസന വാഹനത്തിൽ എഴുന്നള്ളിക്കുന്നതാണ് മറ്റൊരു പ്രത്യേക ചടങ്ങ് ഇവിടത്തെ. ഈ ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് കുടുംബാംഗങ്ങളുമൊത്ത് സന്ദർശനത്തിന് എത്തുകയും ചെയ്യുന്നു. ഭക്തർ ഇന്നത്തെ ദിവസം വ്രതമനുഷ്ഠിക്കുകയും ചെയ്യും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർത്ഥ്യനായിരുന്ന കുചേലന്റെ അവിൽപ്പൊതി പങ്കുവെച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും പറയപ്പെടുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനന് ഉപദേശിച്ചു കൊടുത്തതും ഇന്നത്തെ ദിവസത്തിലാണ് എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ സ്വർഗവാതിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ആഘോഷമായും, അതായത് ഭഗവത്ഗീതയുടെ വാർഷികമായും ആഘോഷിച്ചു വരുന്നുണ്ട്. ഇത്രയുമാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകത.